Hello friends, welcome back to my YouTube channel. Welcome to Sandhya's Vlogs. ഇന്ന് ഡിസംബർ 28. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇന്ന് ഡിസംബർ 28 അല്ലല്ലോ. ഞാൻ ഈ വീഡിയോ എടുത്ത ദിവസമാണ് കേട്ടോ. ഇന്ന് ഡിസംബർ 28 ഈ വീഡിയോ എടുത്തേക്കുന്നത്. അതായത് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിനായിട്ട് ജയലക്ഷ്മിയിൽ വന്നതാണ്. അതായത് ജയലക്ഷ്മിയാണ് ഇവിടുത്തെ ഡ്രസ്സിൻ്റെ സെലക്ഷൻസ് ആണ്. എല്ലാം ഇങ്ങനെ കവറിലാക്കിയാണ് വെച്ചേക്കണേ കേട്ടോ. കുറേ ഡിസ്പ്ലേ ചെയ്ത് അവിടെ ഉണ്ട്. ഞാനിപ്പോൾ കയറി വരുമ്പോൾ കാണിച്ചില്ലേ, കുറേ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. നല്ല സെലക്ഷൻസ് ഉണ്ട് കേട്ടോ ജയലക്ഷ്മിയിൽ. പിന്നെ അത് കൂടാതെ ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കുറച്ചൊക്കെ ഇങ്ങനെ കവറിലാക്കി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ കാണിച്ചു തരാമേ. ഇതൊക്കെ നോക്കി, ഈ ഒരു ബ്ലൂവും ഗ്രീനും കൊള്ളാം. ഡ്രസ്സൊക്കെ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ജയലക്ഷ്മിയിൽ വന്നു. ഞാൻ ഇതിനു മുമ്പ് ജയലക്ഷ്മിയിൽ ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എറണാകുളത്തുണ്ട് കേട്ടോ ജയലക്ഷ്മി. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ ഈ യെല്ലോ കളർ? പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കണ്ടിട്ടുണ്ടാവുമായിരിക്കും എൻ്റെ വീഡിയോസിൽ. എനിക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഉണ്ട് സെയിം കളർ, അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് എടുക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ഈ ഡ്രസ്സിൻ്റെ വേറെ കളർ ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചേ. ഇതിന് 2900, ഏകദേശം 3000-അടുത്താണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ വില. അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ വേറെ ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു പീച്ച് കളർ കാണിച്ചു തന്നു. ഇതാണ് കേട്ടോ, കണ്ടോ, ഇതാണ് ആ സെയിം അതിൻ്റെ പീച്ച്. കൊള്ളാം കേട്ടോ. ഇപ്പം ഞാൻ ലാസ്റ്റ് വാങ്ങിയത് ഈ ഡ്രസ്സാണ്. ഈ പാവയുടെ മേത്തിട്ടേക്കുന്ന മെറൂണാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതാണ് ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് കേട്ടോ. ഇതൊക്കെ ഡോളിൻ്റെ മേത്തിങ്ങനെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഡ്രസ്സുകളാണ്. പിന്നെ ഞാൻ വേറെ നോക്കിയപ്പോൾ ഒരു മജന്ത, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ സാധാരണ ഇതിന് ഡാർക്ക് കളർ ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ എന്നാലും ഈ മജന്ത ഭയങ്കര കളർ, അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തില്ല കേട്ടോ. ഞാൻ സെലക്ട് ചെയ്തത് ഞാൻ കാണിച്ചില്ല, പാവയുടെ മേത്തെയാണ് എടുത്തത്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡ്രസ്സിൻ്റെ സെലക്ഷൻസ്. ഗ്രീനൊക്കെ ഒരു പുതിയ ട്രെൻഡായിട്ടാണ് കാണിച്ചത് കേട്ടോ. ഇതൊക്കെ പുതിയ മോഡേൺ ട്രെൻഡായിട്ടാണ് അവർ കാണിച്ചത്. ഈ ബ്ലാക്കും നല്ല ഭംഗിയായിട്ട് തോന്നി കണ്ടപ്പോൾ. ഒരുപാട് മോഡേൺ സെലക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുട്ടി ഷോപ്പിംഗ്, ബർത്ത്ഡേ ഔട്ടിങ് അങ്ങനെയായിരുന്നു ചെയ്തത്. ജയലക്ഷ്മിന് കുഴപ്പമില്ല, നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിന് 2700 കേട്ടോ ഈ ബ്ലാക്കിൻ്റെ റേറ്റ്. അതുപോലെ ആ മഞ്ഞയും പീച്ചും എല്ലാം ഒരു വ്യത്യസ്തമായ കളറായിട്ട് തോന്നി. പിന്നെ അതൊരു പീക്കോക്ക് കളറാണ്, ആ ഒരു ബ്ലൂവും ഇതും. അത് ഇപ്പോഴത്തെ ഒരു പുതിയ ഫാഷനാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. ഈ ഗ്രീൻ എങ്ങനെയുണ്ട്? ഒരു പ്രത്യേക കളറാണ് അല്ലേ, നല്ല ഭംഗിയില്ലേ ഗ്രീൻ കാണാനായിട്ട്. ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക ഷെയ്ഡിലെ പിങ്ക് പൂക്കൾ, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നത് ശോഭാ സിറ്റിക്കകത്തുള്ള ഷെഫ് പിള്ളേര് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഞാൻ ഇതുവരെ അവിടെ കയറിയിട്ടില്ല. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് യുണൈറ്റഡ് കോക്കനട്ട്. ഇത് നമ്മുടെ തൃശ്ശൂർ ശോഭാ സിറ്റിക്കകത്താണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഷെഫ് പിള്ളേര് റെസ്റ്റോറൻറ്റ് ഒരുപാട് മാൾസിലുണ്ട്. നമ്മുടെ എറണാകുളത്തൊക്കെ ഫോറം മാളിലും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ശോഭാ സിറ്റിക്കകത്ത് യുണൈറ്റഡ് കോക്കനട്ട് എന്നാണ് ഷെഫ് പിള്ളേര് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ശോഭാ സിറ്റിയിലൊക്കെ വന്നിട്ട് ഞാൻ ഇവിടെ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ വിചാരിച്ചു എന്തായാലും ബർത്ത്ഡേ ലഞ്ച് ഇവിടെ നിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്രിസ്മസിൻ്റെ 3ാമത്തെ ദിവസമാണല്ലോ, 25-ാം തീയതി ആണല്ലോ ക്രിസ്മസ്. അപ്പോൾ 26, 27, 28. അപ്പോൾ അതുകൊണ്ട് പുൽക്കൂടും ക്രിസ്മസിൻ്റെ ആ ഒരു വർണ്ണാഭമായ കാഴ്ചകളും എല്ലാം ഉണ്ടാവുമല്ലോ. എൻ്റെ ബർത്ത്ഡേ സമയത്ത് എവിടെയാണെങ്കിലും കാണാൻ പറ്റുമല്ലോ ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല പുൽക്കൂടും നല്ല നല്ല നക്ഷത്രങ്ങളുടെയും അതുപോലെ ഇലുമിനേഷൻ ലൈറ്റും എല്ലാം കൊണ്ട് അലങ്കാരഭരിതമാണ് കണ്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെന്തോ കപ്പിൾ ഫെസ്റ്റിവലൊക്കെ അവിടെ നടക്കുവാണ്. ഇതിൻ്റെ ശോഭാ സിറ്റിക്കകത്ത് നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ. ഫുഡ് കോർട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എത്തണ്ട, അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ്. നമ്മുടെ പിസ്സ ഹട്ടിൻ്റെയൊക്കെ ഒരു സൈഡിലായിട്ട് വരും യുണൈറ്റഡ് കോക്കനട്ട് റെസ്റ്റോറൻറ്റ്. ഇതാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഫ്രണ്ട് ഭാഗം കേട്ടോ. നമ്മുടെ 2nd ഫ്ലോറിൽ കണ്ടോ, ലിഫ്റ്റ് ഇറങ്ങി നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ റെസ്റ്റോറൻറ്റ് അകത്തേക്ക് ഒന്ന് കയറി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? വരും, എല്ലാവരും അകത്തേക്ക് വരും കേട്ടോ. ഇതാണ് ഇതിനകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അലങ്കാരങ്ങൾ കൂടുതൽ എന്താണെങ്കിലും ഉണ്ടാവും. അത് കൂടാതെ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചണാണ് കേട്ടോ ഉള്ളത്. നമുക്ക് കാണാം ഇവിടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം നമുക്ക് കാണാം. നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതേപോലെ തന്നെ ഫുഡ് നല്ല എക്സലൻറ്റ് ഫുഡായിരുന്നു കേട്ടോ. നല്ല മനോഹരമായ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ ഒരു കുഴപ്പം തോന്നിയത്, ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനാണ് ഇവിടെ പോയത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു നല്ല ഫിഷ് കറി മീൽസ് കഴിക്കാം, അതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ചിക്കനോ അതൊക്കെ ഓർഡർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവിടെ അങ്ങനെ ഫിഷ് കറി മീൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. അത് എന്തോ അതുപോലെ തന്നെ എഗ് ഫ്രൈഡ് റൈസ്, നമ്മൾ സാധാരണ ഇപ്പോൾ ലഞ്ചിന് പോകുമ്പോൾ നമ്മൾ എഗ് ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ ഫിഷ് കറി മീൽസ് ഇതൊക്കെയാണല്ലോ നമ്മൾ ലഞ്ചായിട്ട് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ അങ്ങനത്തെ ഒന്നും ഇവിടെ അവൈലബിൾ അല്ല കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ പക്ഷേ ലഞ്ച് സമയത്ത് ഇടിയപ്പം, അപ്പം, പുട്ട്, അതിൻ്റെ കൂടെ ഒരുപാട് നാടൻ നോൺ വെജ് ആയിട്ടുള്ള ചിക്കൻ, ഫിഷ് അങ്ങനെ എല്ലാമാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
അദ്ദേഹം ഒരുപാട് ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ കൂടെ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫിഷ് കറി മീൽസ് ഇവിടെ അവൈലബിൾ അല്ലെങ്കിലും നമുക്ക് ചോറ് സെപ്പറേറ്റ് വാങ്ങിക്കാം, മീൻകറി സെപ്പറേറ്റ് വാങ്ങിക്കാം, അവിയൽ സെപ്പറേറ്റ് വാങ്ങിക്കാം, ഉള്ളിക്കറി സെപ്പറേറ്റ് വാങ്ങിക്കാം, മീൻ വറുത്തത് സെപ്പറേറ്റ് വാങ്ങിക്കാം, എല്ലാം സെപ്പറേറ്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് വാങ്ങിച്ചത്. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഫിഷ് കറി മീൽസായി. അങ്ങനെ എക്സലൻറ്റ് ടേസ്റ്റി ആയിരുന്നു. തനി നാടൻ ഭക്ഷണമായിരുന്നു കേട്ടോ. ഫുഡ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് വലിയ അബദ്ധം പറ്റിപ്പോയിരുന്നു. ഞാൻ ഫുഡ് കഴിച്ച് കാൽഭാഗം എത്തിയപ്പോൾ അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്ത് റിയലി സോറി കേട്ടോ. അപ്പോൾ അതിന് കഴിച്ചതിൻ്റെ കുറച്ച് പകുതി എത്തിയപ്പോഴാണ് ഉള്ള വീഡിയോ ആണ് കേട്ടോ ഉള്ളത്. നല്ല പക്ഷേ ഫുഡ് എക്സലൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. നല്ല തനി നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഇത് കൂടാണ്ട് ഡെസേർട്ട് വാങ്ങിച്ചത് ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആണ് വാങ്ങിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് അവർ പറഞ്ഞത് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു, അലുവ ഫലൂഡ. ഞാൻ ഇന്ന് വരെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല അലുവ ഫലൂഡ. അതാണ് കേട്ടോ ഈ കുത്തു പോലെ നല്ല ഭംഗിയിൽ ഗാർണിഷ് ചെയ്ത് വെച്ചേക്കണം കണ്ടോ, അതാണ് അലുവ ഫലൂഡ. പക്ഷെ അത് കൊണ്ടുവച്ചപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു ഗ്ലാസ് പാല് കൊണ്ടുവച്ചു. എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്താണെന്ന്. ഞാനപ്പോൾ ചോദിച്ചത് പാല് ഇവിടെ ആരും ഓർഡർ ചെയ്തിട്ട് ഞാൻ പാലങ്ങനെ സെപ്പറേറ്റ് ആരും കൊണ്ട് വെക്കാറില്ലല്ലോ. പക്ഷെ അതല്ല കേട്ടോ, സെപ്പറേറ്റ് പാല് ഇങ്ങനെ കൊണ്ടുവയ്ക്കും. ഈ അലുവ ഫലൂഡയുടെ ഒരു സ്പെഷ്യാലിറ്റി അതാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കുറേ ഫ്രൂട്ട്സ്, ഐസ്ക്രീംസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പാല് നമ്മൾ സെപ്പറേറ്റ് മിക്സ് ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ പാല് നമ്മുടെ മുമ്പിൽ സെപ്പറേറ്റ് ഒരു ചെറിയ ഗ്ലാസ്സിൽ നല്ല ചിൽഡായിട്ടുള്ള പാല് കൊണ്ട് വെച്ചേക്കുവാണേ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പോഴത്തേനും അവിടെ നമുക്ക് സെർവ് ചെയ്ത ആ ഒരു പയ്യൻ തന്നെ നമുക്കത് മിക്സ് ചെയ്ത് തരുവാണ് കേട്ടോ. ആദ്യം ഇതിങ്ങനെ പൊട്ടിച്ച് സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിക്കണം. ഞാൻ വേറെ എങ്ങൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അലുവ ഫലൂഡ ഒരു സ്പെഷ്യലായിട്ട് തോന്നി. അതായത് കണ്ടോ മിക്സ് ചെയ്യുവാണ്. അപ്പോൾ താഴത്ത് കുറേ ഫ്രൂട്ട്സ് അതുപോലെ ഫിഗൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തോ അലുവയിലേക്ക് എനിക്കറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്തു. അത് എന്തൊക്കെയാണ് അതിനകത്ത് എന്നുള്ള കാര്യം എനിക്ക് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. കുറേ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വേഫേഴ്സ്, അതുപോലെ ഐസ്ക്രീംസ്, നട്ട്സ്, അങ്ങനെ ഒരുപാട് ഫിഗൊക്കെ ഒരുപാടുള്ള പോലെ തോന്നി. ഡേറ്റ്സും എല്ലാം ഉണ്ട് അതിനകത്ത്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ സ്പെഷ്യൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു അലുവയുടെ പീസസ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന നമ്മുടെ നാടൻ അലുവയോ അല്ലെങ്കിൽ ചുമപ്പ് മഞ്ഞ പച്ച ആ ടേസ്റ്റ് അല്ല, ഇത് വേറെ എന്തോ ഒരു ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് വേറൊരു ടേസ്റ്റ് കേട്ടോ. നമുക്ക് ആ ഫുഡ് സെർവ് ചെയ്യുന്ന ആ ഒരു കുട്ടി തന്നെ നമുക്കത് നന്നായിട്ടത് മിക്സ് ചെയ്തു കേട്ടോ. പാലൊക്കെ ഒഴിച്ച് നന്നായിട്ടത് മിക്സ് ചെയ്ത് തരുവാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അലുവ ഫലൂഡ. അപ്പോൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മോക്കൊരു കോൺ ഐസ്ക്രീം കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ശോഭാ സിറ്റിക്കകത്ത് ഫുഡ് കോർട്ടിൽ മേഴ്സിലീസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ ചെന്നൊരു കോൺ ഐസ്ക്രീം കൂടി വാങ്ങിച്ചു കേട്ടോ. ാണ് എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഒരു ലൈക്കും ഷെയറും മറക്കരുത്, സബ്സ്ക്രിപ്ഷനും മറക്കരുത് കേട്ടോ. ബൈ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.